മടിനീരുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും ചേട്ട് പറ്റി വെള്ളത്തിന്റെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടാം. പിന്നെ വരുന്ന കട്ടിയായ പാലും പിഴിഞ്ഞു കളയാള്ളൂ. കൂടി പറിച്ചെടുത്തിട്ട് അത് ശരിക്കും കഴുകി വെട്ടി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ശരിക്കും തിളപ്പിച്ചതിന് ശേഷം അതിന്റെ കറ എല്ലാം ഇളകി പോകുന്നതിന് ശേഷം അതെടുത്ത് ഓരോ കപ്പ് വെള്ളം അതിന് കൊടുക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ മതി കാണിക്കും. അപ്പൊ ഇതേ പശു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അതെങ്ങനെയാ വരണേന്ന്. എന്താ ഇപ്പൊ നമ്മളുള്ളത് അങ്കമാലി കിടങ്ങൂരുള്ള സുബ്രഹ്മണ്യം ചേട്ടന്റെ പശുത്തൊഴുത്തിന് ഫ്രണ്ടിലാട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ ക്ഷീര കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പശുക്കൾക്ക് വേണ്ടുന്ന ഒരുപാട് നാടൻ മരുന്നും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാട്ടോ സുബ്രഹ്മണ്യം ചേട്ടൻ. ചേട്ടാ ഇവിടെ പശുക്കളെ തോട്ടിലെ കുളിപ്പിക്കുന്നത് ഇവിടെയാണ് കെട്ടുന്നത്? ഈ പാടത്ത് കെട്ടിയിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്കും വെള്ളത്തിൽ കഴിച്ച് കെട്ടും. കുളിപ്പിച്ച് 1 മണിക്കൂർ വെള്ളത്തിൽ നിർത്തിയിട്ട് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകും. അതെ നേരത്തെ മുതൽ ഇങ്ങനെയാണ് ചെയ്യണേ? ആദ്യം മുതൽ ഇങ്ങനെ തന്നെ. ആദ്യം മുതൽ ഇങ്ങനെയാ ചെയ്യണേ. നോക്കി. അപ്പൊ തൊഴുത്തൊക്കെ എവിടെയാ? തൊഴുത്ത് വീട്ടിലല്ലേ? ഇവിടെ എന്റെ ഹൈറ്റ് നോക്കി. പശുക്കൾ ഇവിടുന്ന് കേറി ഇറങ്ങി. നേരത്തെ മുതൽ ഇങ്ങനെ ചെയ്യുന്ന പശുക്കൾ? നേരത്തെ മുതൽ ഇങ്ങനെ തന്നെ കെട്ടിക്കൊണ്ടാണ്. ഒരെണ്ണത്തിന് കയറ്റിയ പിന്നാലെ ഓരോന്ന് വന്നോളും. അപ്പൊ ഒരു എക്സസൈസും ആയിരിക്കും പശുക്കൾ. അപ്പൊ എത്ര നാളായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? 15 വർഷമായിട്ടുണ്ട്. 15 വർഷമായിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ വളർത്തിയെടുക്കുവാണോ? ഒരുമാതിരി വലുപ്പമാകുമ്പോ കൊടുക്കും. നിർത്താറില്ല. ഓ അങ്ങനെ ശീലമായല്ലേ ഇങ്ങനെ? അപ്പൊ ഈ ഒരു പശു വളർത്ത മേഖലക്ക് വന്നിട്ട് എത്ര നാളായി? ഒരു 18 വർഷമായിട്ടുണ്ട്. 18 വർഷമായിട്ട്. അതിന് മുന്നേക്കോ? മരപ്പണി ഉണ്ടായി. പിന്നെ കുറച്ച് കൃഷി ഈ പാടത്ത് കൃഷി ചെയ്തോണ്ടിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാലേ. ഇപ്പം എത്ര പശുക്കളെ വരെ വളർത്തിയിട്ടുണ്ട് ചേട്ടൻ? 8 പശു വരെ ഉണ്ടായിട്ടുണ്ട്. 8 പശു വരെ. ഇപ്പൊ എത്ര ഉണ്ട്? 4 ഉണ്ട്. ജേഴ്സിയും ഒക്കെ കൂടിയതല്ലേ, HF ഒക്കെ കൂടിയതല്ലേ. ഇപ്പൊ ഇവിടെ ഒരു ഒറ്റ പശു ഉള്ളൂ. ബാക്കി എല്ലാത്തിനും മേളിൽ കൊണ്ട് ഇറക്കിട്ടോ. അപ്പൊ ഇങ്ങനെ ഈ പാടത്താക്കുന്നോണ്ട് തീറ്റയുടെ ചെലവ് കുറയ്ക്കുന്നുണ്ടോ? അപ്പൊ തീറ്റയുടെ ചെലവ് കുറവുണ്ട്. മറ്റുള്ള കണ്ടെത്തണ്ടേ? ചെലവ് കുറവുണ്ടല്ലേ? പിന്നെ ഈ പച്ചപ്പുല്ല് തിന്നാന്നുള്ളത് തന്നെ ഭയങ്കര ഇതല്ലേ? അതെ പാലുൽപാദനം കൂടുതൽ കിട്ടൂലേ? പച്ചപ്പുല്ല് കൊടുക്കുമ്പോ പാലുൽപാദനം കൂടുതൽ. അപ്പൊ കാലത്ത് എപ്പോ പശുക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്? പിന്നെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോ പിന്നെ ചാണന്മാര് കുളിപ്പിച്ച് തീറ്റ വെച്ച് കറക്കും. കറന്ന് പാല കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴും പാടത്തോണ്ട് കിട്ടും. അപ്പൊ ഇച്ചിരി പറഞ്ഞു കുട്ടികൾ നിർത്താറില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തുനിന്ന് എന്തായാലും വാങ്ങുമല്ലേ? അപ്പൊ എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളെ വാങ്ങുന്നത് സാധാരണ? ഏറ്റവും കൂടി ഒരു 13 ലിറ്റർ. അതിൽ കൂടുതലായി എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളായിരിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് പറ്റില്ല. AC മറ്റുള്ള കാര്യങ്ങൾ അതിനുള്ള 13 ലിറ്റർ നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അല്ലെ? അപ്പം പുറത്തുനിന്ന് വീടുകളിലൊക്കെ ആണോ എടുക്കണേ? അതെങ്ങനെ? വീടുകളിലാണ്. ഇപ്പൊ എത്ര പാലുൽപാദനം ഉണ്ട് മൊത്തം? ഇപ്പൊ ഒരു 30-35 ലിറ്ററിന്റെ അടുത്തുണ്ട്. അപ്പൊ എന്തായാലും അത്യാവശ്യം പിടിച്ചേക്കാൻ പറ്റും. വീടുകളിൽ കൊടുക്കുമ്പോ നമുക്ക് എത്ര 60-70 രൂപ എത്ര രൂപ കൊടുക്കും? 60 രൂപയ്ക്ക്. അപ്പൊ ചേട്ടന് ഈ പശു തന്നെയാണോ വരുമാനമുള്ളത്? അല്ല, പശുവല്ല. എനിക്കൊരു ചായക്കട ഉണ്ട്. പിന്നെ അവിടേക്ക് പാലുണ്ടാവും. നല്ല കാര്യമാണ്. പിന്നെ അത്യാവശ്യം കൃഷികളുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത് എന്താ വെച്ചാൽ പാല് നമ്മൾ ഇങ്ങനെ ഉത്പാദിപ്പിച്ചാൽ പോരാ, നമ്മളത് മാർക്കറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് അതിൽ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തിട്ടാണ്. ചായക്കട മാത്രമേ ഉള്ളൂ. അത് ചായക്കട അപ്പൊ കാലത്ത് മാത്രമാണ് ഈ പശുക്കൾ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ? അതെ, രാവിലെ മാത്രമേ ഉള്ളൂ. പിന്നെ കടയിലേക്കും കടയിലെ തിരക്കുകളും കാര്യങ്ങളായിട്ട് പിന്നെ നടക്കില്ല. പിന്നെ വീട്ടിൽ തന്നെ പിന്നെ പച്ചപ്പുല്ല് ഇഷ്ടം പോലെ ഉണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അത് അപ്പൊ പാടത്തുനിന്നാണ് അപ്പൊ എടുക്കുന്നത്? പാടത്തു തന്നെ. അപ്പം പിന്നെ കറക്ക് ശേഷം അതുങ്ങൾ അവിടെ നിർത്തിയിട്ട് പിന്നെ പുല്ലിട്ട് കൊടുക്കും. അപ്പൊ ഇനി ചേട്ടൻ ആ നിൽക്കുന്ന പശുവിനെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകാട്ടോ. ഈ ഒരു തിട്ട് കയറിയിട്ടാണ് കൊണ്ടുപോണത്. അപ്പൊ ഞങ്ങൾ അത്യാവശ്യം കയറുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു ശീലമായതുകൊണ്ട് ഒരു വ്യായാമം അല്ല കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ മേളിലേക്ക് കയറിപ്പോ. അപ്പൊ നമുക്ക് അവിടെ പോയി തൊഴുത്തും കാര്യങ്ങളെല്ലാം കാണാം. വാ. അപ്പൊ പശു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അതെങ്ങനെയാ വരണേന്ന്. എന്താ ആ ചേട്ടനും ബാക്കിൽ പശുവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ കുളിയും കഴിഞ്ഞിട്ടാണ് നേരെ തൊഴുത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ചേട്ടൻ്റെ കൂടെ നമുക്ക് പോകാം കേട്ടോ. ബാ. അപ്പം ദേ കാണുന്ന കേട്ടോ തൊഴുത്ത്. അത് ഷീറ്റ് ഇട്ടിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും കൂടി തൊഴുത്തിന് കുറേ പൈസ ചിലവാക്കി ചെയ്യുന്നതിനേക്കാളും നല്ല ഇതുപോലെ ചെയ്തിട്ട് 3-4 പശുക്കളെ നമ്മൾ നിർത്തി അത്യാവശ്യം പാലുൽപാദനമുള്ള പശുക്കളെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നമ്മൾ ക്ഷീര കർഷകർക്ക് കുറച്ചുകൂടി ലാഭമുള്ള കാര്യം. അപ്പൊ ചേട്ടാ ഈ ഒരു തൊഴുത്ത് പൊളിഞ്ഞിട്ട് എത്ര നാളായി? 8 കൊല്ലം. 8 കൊല്ലമാണ്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നോ പണിതത്? നേരത്തെ ഷീറ്റ് ഇട്ട് നല്ല ഇതിന്റെ അകത്ത് തന്നെയായിരുന്നു പണിതത്.
അന്നേരം 8 പശുക്കൾ ഉണ്ടായിരുന്നല്ലേ? പശുക്കളുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് പൊളിഞ്ഞു പോകുന്നല്ലോ അത്. അതെങ്ങനെ സംഭവം അത്? ഒരു പശുവിനെ തട്ടി ആ പുല്ലൂരിലാണെയോ പുല്ലൂരില് കാലം മുകളിലേക്ക് ഇത് പശുവിനെ അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കിടന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പുല്ലൂട് പൊളിച്ചിട്ട് പശുവിനെ എടുക്കും. പിന്നെ അന്ന് ഷീറ്റിട്ട് ഇതൊക്കെ എടുക്കുമ്പോൾ പശുവിന് എന്നും അസുഖങ്ങളായിരുന്നു. ഇപ്പൊ പിന്നെ വലിയ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. ഇല്ലല്ലേ? ഇത് നോക്കിയത് അത്യാവശ്യം കാറ്റൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വെട്ടം വിളിച്ചാൽ ശരിക്കും കയറണം തൊഴുത്തില്ല. അപ്പൊ പിന്നെ അസുഖങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ല. അസുഖങ്ങൾ ഉണ്ടാവില്ല. അത്യാവശ്യം സൂര്യപ്രകാശവും കാറ്റും കിട്ടണം. അപ്പൊ ഇവിടെ പശുക്കൾക്ക് എന്തൊക്കെ തീറ്റ അപ്പൊ കൊടുക്കണേ? തിരി കൊടുക്കണത് എസ്കാൻ തിരിയാണ് കൊടുക്കണം. പിന്നെ മൈസ്രാൻ എന്ന് പറയുന്ന ഒരു തവിട് കൊടുക്കണ്ട്. പിന്നെ കഞ്ഞിയുണ്ട്. കഞ്ഞി ഒറ്റ നേരം ഉള്ളോ? 2 നേരം കൊടുക്കും. ഇത് എല്ലാം 2 നേരം തന്നെ കൊടുക്കും. അപ്പൊ ഈ പുറത്ത് കൊണ്ടുപോകുന്നോണ്ട് അപ്പൊ തീറ്റ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? പുറത്ത് കൊണ്ടുപോകുന്നോണ്ട് നമുക്ക് 1 കിലോ തിരി ഒരു ദിവസത്തിൽ കുറയ്ക്കാൻ പറ്റും. 1 കിലോ തിരി ഒരു ദിവസം നല്ല കാര്യമല്ലോ. ഇപ്പൊ 1 കിലോ തിരിക്ക് 32 രൂപയാണ് വില. 32 രൂപ വില. അപ്പൊ 32 4 കിലോ ഒക്കെ കുറച്ച് കഴിയുമ്പോ പശുവിനെ കുറയ്ക്കുമ്പോ നല്ല പൈസയല്ലേ? നല്ല പൈസയായി. അതും 2 നേരം കൂടെ കൂടി 2 നേരം 8 കിലോ വെച്ച്. എന്റെ പച്ചപ്പുല്ല് വീട്ടിൽ വന്ന പച്ചപ്പുല്ല് ഉണ്ട് ഇഷ്ടംപോലെ. പച്ചപ്പുല്ലും ഉണ്ട്. അപ്പൊ പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പാലുൽപാദനം ഉണ്ടാവും. അത് അല്ലേ? വൈക്കോല് കൊടുക്കുന്ന കാര്യം പാലുൽപാദനം കൂടും. വൈക്കോല് കൊടുക്കുന്നുണ്ടോ ഇവിടെ? വൈക്കോല് 2 കൊല്ലത്തെ വൈക്കോലിനായിരിക്കണം. അതെല്ലേ? അങ്ങനെ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. തിന്നില്ലേ ഇപ്പൊ? അതെ. ഇപ്പൊ പാലുൽപാദനം അനുസരിച്ചായിരിക്കും ഇവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കണേ അല്ലേ? ഇല്ല, കൊടുക്കുന്ന ഏകദേശം ഒരേ തീറ്റ തന്നെ നിർത്തും. പെട്ടെന്ന് പാല് കുറയും. പിന്നെ ആ പാല് കൂടി കിട്ടില്ല. ഇവിടെ പശുക്കളുടെ അകിട് വീക്കത്തിന് നാടൻ മരുന്ന് ചെയ്യുന്നുണ്ട്. കല്ലുപ്പ് പൊടിച്ചിട്ട് അതിനകത്ത് കുറച്ച് ചൊറുക്കയും പച്ച വെളിച്ചെണ്ണ ഇട്ട് ശരിക്കും ചാലിച്ചാൽ മടിനീരുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും തുടർച്ചയായിട്ട് പറ്റി കൊടുത്തിന്റെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറി കിട്ടാം. പിന്നെ വരുന്ന കട്ടിയായ പാലും പിഴിഞ്ഞു കളയാ. അപ്പൊ കല്ലുപ്പ് കുറച്ച് വേണം. ചൊറുക്ക എന്തോരം വേണം? ഒരു 50 മില്ലി മതി. 50 മില്ലി മതി. പിന്നെ വെളിച്ചെണ്ണ 50 മില്ലി. 50 മില്ലി. ഓക്കെ. അപ്പൊ എത്ര നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറ്റി കൊടുക്കണം? അതോ ഇടയ്ക്കിടയ്ക്ക് പറ്റി കൊടുക്കണം. ഒരു ദിവസം ചെയ്തിന്റെ മടിനീര് മാറുമ്പോൾ പഴയ പാലിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. പിന്നെ നമ്മൾ സാധാരണ പിഴിഞ്ഞു കളയണം. അത്രേ ഉള്ളൂ അല്ലേ? ചേട്ടന്റെ അനുഭവത്തിൽ എങ്ങനെ സക്സസ് ആയിട്ടുണ്ട്? മടിനീരിന് വേണ്ടിട്ട് മരുന്ന് പുറത്തുനിന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ലല്ലേ? അത് നല്ല. സാധാരണ നമ്മള് കുത്തിവെക്കുമ്പോഴും ഒരുപാട് കഴിയുമ്പോ പൈസ ചെലവുണ്ട്. ഇത് അധികം പൈസ ചെലവും ഇല്ല. തുടക്കത്തിൽ ചെയ്യണം. നമ്മള് കറക്കാൻ ചെല്ലുമ്പോ മടിക്ക് ചൂടുണ്ടാവും. കറപ്പിക്കാനായിട്ട് നിന്ന് തരില്ല. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമ്മൾ ആ പാല് മൂക്കരമ്പ് പിടിച്ചാൽ വലിച്ചളഞ്ഞിട്ട് അപ്പൊ തന്നെ ചെയ്തതിന്റെ കാലത്ത് എന്റെ 10 മണിയാകുമ്പോ വീണ്ടും ചെയ്യാ. ഉച്ചയാകുമ്പോഴേക്ക് 4 മണിയാകുമ്പോഴേക്കും എന്തായാലും മാറി കിട്ടും. അങ്ങനെ 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്താൽ പിന്നെ കട്ടയ പാല് ശരിക്കും വലിച്ചളയാ. അപ്പൊ ഈ അകിടുവീക്കം വരുമ്പോൾ പശുക്കൾ അകല് തൊടിക്കില്ല. വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? അതിന്റെ കണ്ണ് ഭയങ്കര ചെവിട് താന്നിരിക്കും. അതുപോലെ ചെറിയ പനി ഉണ്ടാവും. പനി ഉണ്ടാവും. തീറ്റെടുക്കൽ കുറയും. അങ്ങനെ ഉണ്ടല്ലേ? പനി വരുമ്പോ എന്തായാലും തീറ്റ എടുക്കൂല. അതാണ് 3-4 ലക്ഷണങ്ങൾ അല്ലേ? അതിന്റെ മെയിൻ ലക്ഷണം. പിന്നെ മടി പിടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. അതിന് ശരിക്കും ചൂടുണ്ടാവും. അല്പം കല്ല് പോലെ ഉണ്ടാവുകയും ചെയ്യും. കല്ലപ്പം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ പൈപ്പിൽ വെള്ളം അടിച്ചു കൊടുക്കണത് ഏറ്റവും നല്ലതാ. അതിന്റെ കൂട്ടത്തിൽ ഈ മരുന്ന് കൂടെ നമ്മൾ ചെയ്യണം. പശുക്കൾക്ക് ഗ്യാസ് വന്നാലും ഒരു മരുന്ന് ചെയ്യുന്നുണ്ട്. എന്ത് മരുന്ന് ചേട്ടാ? ഗ്യാസ് വന്നാൽ നമ്മൾ വയറ് ശരിക്കും വീർത്തിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര അസ്വസ്ഥയും പശുവിന്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ഒരു 50 മില്ലി വെളിച്ചെണ്ണ 50 മില്ലി യൂക്കാലിയോട് എടുത്തിട്ട് സമം ചേർത്ത് 2-3 പ്രാവശ്യമായിട്ട് അതിലൊഴിച്ചു കൊടുത്തതിന്റെ ഗ്യാസ് തല്ലിപ്പോക്കോളും. അപ്പൊ സ്വസ്ഥമായിട്ട് പിന്നെ ആഹാരം എടുത്തോളം വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പശുക്കൾ തീറ്റ എടുക്കുകയും ചെയ്യും. സാധാരണ ഒരേ രീതിയിലാവും. അപ്പൊ ഈ കന്നി കുട്ടികൾക്ക് ചെന പിടിക്കാത്ത അല്ലെങ്കിൽ മതി കാണിക്കാത്ത ഒരു അവസ്ഥ വരും. അതിന് വേണ്ടി ചേട്ടൻ ഒരു നാടൻ മരുന്ന് എന്ത് നാടൻ മരുന്ന് ചേട്ടൻ ചെയ്യുന്നത്? നമ്മുടെ പറമ്പിൽ കാണുന്ന ഈ കാട്ടുചേമ്പിന്റെ വിത്തും തടയോടെ എല്ലാം കൂടി പറിച്ചെടുത്തിട്ട് അത് ശരിക്കും കഴുകി വെട്ടി അരിഞ്ഞ് വെള്ളത്തിലിട്ട് ശരിക്കും തിളപ്പിച്ചതിന് ശേഷം അതിന്റെ കറ എല്ലാം ഇളകി പോകുന്നതിന് ശേഷം അതെടുത്ത് 1 കപ്പ് വെള്ളം അതിന് കൊടുക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ മതി കാണിക്കും. അപ്പൊ കുത്തിവെച്ച് ഉറപ്പായിട്ടും ചെന പിടിക്കേണ്ടതാണ്. അപ്പൊ ചേട്ടന്റെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ അനുഭവത്തിൽ ഞാൻ ഇത് ചെയ്ത കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ കാണാനുണ്ടാവില്ല. അപ്പൊ അവർക്ക് മുമ്പിൽ ഒരു അപേക്ഷ നിവേദ്യമായിട്ട് ഞാൻ ഇത് വെക്കാണ്. കാരണം എന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഈ ചെറുകിട കർഷകർ 4-5 പശു വളർത്തുന്ന കർഷകർക്ക് ഇത് കാര്യമായ ലാഭം തൊഴിൽ ഈ പശുവിനെ കെട്ടിയിട്ടാണ് വളർത്തുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് പോകാനോ ഒരു കാര്യങ്ങൾക്ക് പറ്റില്ല. അപ്പം അതിന് പാലിന് വില കൂട്ടുന്നതിലും ഉപരി അതിൻ്റെ തീറ്റയിലേക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ ചെറുകിട കർഷകർ പിടിച്ചെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു തൊഴിലുറപ്പിൻ്റെ പദ്ധതി പെടുത്തി
അങ്ങനെ ഒരു ഉപകാരം കൂടി ചെയ്യാൻ വല്ല കാര്യങ്ങളിലും പിന്നെ കുറച്ച് ആൾക്കാർ കൂടി ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് സർക്കാർ വേണ്ടത് തുറന്ന് ആലോചിക്കാൻ നല്ലതായിരിക്കും. ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് അത് ഉപകാരമായിരിക്കും. ഇതൊരു അപേക്ഷയായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടത് സുബ്രഹ്മണ്യ ചേട്ടന്റെ പശു വളർത്തലും അതോടൊപ്പം തന്നെ പശുക്കൾക്ക് വേണ്ടുന്ന നാടൻ മരുന്നുകളാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.